നമസ്കാരം. പ്രത്യക്ഷ നികുതി പിരിവിൽ റെക്കോർഡ് കുതിപ്പുമായി ഇന്ത്യ ജൈത്രയാത്ര തുടരുകയാണ്. ആദായ നികുതി വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ അറ്റ പ്രത്യക്ഷ നികുതി പിരിവ് 2025 സാമ്പത്തിക വർഷത്തിൽ 19.54% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ജൂലൈ 11 വരെ ഇത് 5.74 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രത്യക്ഷ നികുതി പിരിവിലെ വളർച്ചയെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഇതേ കാലയളവിൽ 2024 സാമ്പത്തിക വർഷത്തിൽ മൊത്തം പ്രത്യക്ഷ നികുതി പിരിവ് 4.80 ലക്ഷം കോടി രൂപയായിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇഷ്യൂ ചെയ്ത മൊത്തം റീഫണ്ടുകളുടെ കാര്യത്തിൽ ഈ തുക 2024 സാമ്പത്തിക വർഷത്തിൽ 43,105 കോടി രൂപയിൽ നിന്ന് 70,902 കോടി രൂപയായി മാറിയിട്ടുണ്ട്. സർക്കാർ കണക്കുകൾ പ്രകാരം മൊത്ത പ്രത്യക്ഷ നികുതി പിരിവ് 2025 സാമ്പത്തിക വർഷത്തിൽ 23.24% വർദ്ധിച്ച് 6,45,259 കോടി രൂപയായി. സർക്കാർ കണക്കുകൾ പ്രകാരം മൊത്തം പ്രത്യക്ഷ നികുതി പിരിവ് 2025 സാമ്പത്തിക വർഷത്തിൽ 23.24% വർദ്ധിച്ച് 6,45,250 കോടി രൂപയായിട്ടുണ്ട്. കോർപ്പറേറ്റ് നികുതി, ആദായ നികുതി, സെക്യൂരിറ്റീസ് ടാക്സ് തുടങ്ങിയ പ്രത്യക്ഷ നികുതി വിഭാഗങ്ങളും 2025 സാമ്പത്തിക വർഷത്തിലെ പ്രസ്തുത കാലയളവിൽ ശ്രദ്ധേയമായ വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കോർപ്പറേറ്റ് നികുതി പിരിവ് മുൻ വർഷത്തെ 2,20,297 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 20.44% വർദ്ധിച്ച് 2024-25 2,65,336 കോടി രൂപയായി. അതേപോലെ വ്യക്തിഗത ആദായ നികുതി പിരിവ് 2023-24 സാമ്പത്തിക വർഷത്തിലെ 2,94,764 കോടി രൂപയിൽ നിന്ന് 22.76% വർദ്ധിച്ച് 3,61,862 കോടി രൂപയിലെത്തിയിട്ടുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് നടപ്പു സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ജൂലൈ 11 വരെയുള്ള കാലയളവിൽ 19.5% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഹൈലൈറ്റ്. അതേപോലെ തന്നെ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നികുതി വെട്ടിപ്പ് തടയാനായി GST രജിസ്ട്രേഷനുകൾക്ക് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനം നടപ്പാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച കാര്യം. പുതിയ സംവിധാനം ഘട്ടം ഘട്ടമായിട്ടാകും നടപ്പിലാക്കുക എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഈ പുതിയ സംവിധാനത്തെ പറ്റി പറയുകയാണ് എങ്കിൽ പുതിയ സംവിധാനം നികുതി വെട്ടിപ്പ് തടയാൻ സഹായിക്കുന്നതിന് പുറമെ GSTയിൽ രജിസ്ട്രേഷൻ പ്രക്രിയ ശക്തിപ്പെടുത്തുമെന്നും ധനമന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു നീക്കം എന്നതിലേക്ക് വരികയാണ് എങ്കിൽ വ്യാജമായി നിർമ്മിച്ച വൈദ്യുതി ബിൽ, വസ്തു നികുതി രസീതുകൾ, വാടക കരാർ എന്നിവ ഉപയോഗിച്ച് GST രജിസ്ട്രേഷൻ എടുക്കുന്ന സംഭവം വർദ്ധിച്ചു വരുന്നതായിട്ട് ധനമന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. 2023 ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കേരളത്തിൽ മാത്രം 152 കോടിയുടെ വെട്ടിപ്പാണ് നടന്നത് എന്നാണ് വിവരം. നോക്കൂ, ഇന്ത്യ ഇപ്പോൾ അതിന്റെ സാമ്പത്തിക പാതയെയും വികസന ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിനാവശ്യമായ തന്ത്രങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ നീക്കങ്ങൾ നടത്തുന്നതിന്റെ തിരക്കിൽ തന്നെയാണ്. 2025ഓടെ ഇന്ത്യ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറുക എന്ന വൻ ലക്ഷ്യം ഇന്ത്യയുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം റെക്കോർഡ് ഉയരത്തിലെത്തിയ വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ജൂൺ 7 അവസാനിച്ച ആഴ്ചയിൽ വിദേശ നാണ്യ ശേഖരം $655.81 ബില്യൺ എത്തിയതായിട്ടാണ് RBIയുടെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 4,307 ബില്യൺ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം റെക്കോർഡ് ഉയരത്തിലെത്തിയ വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ജൂൺ 7 അവസാനിച്ച ആഴ്ചയിൽ വിദേശ നാണ്യ ശേഖരം $655.81 ബില്യൺ എത്തിയതായി RBIയുടെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. 4.307 ബില്യൺ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം ഏകദേശം 11 മാസത്തെ ഇറക്കുമതിക്ക് പര്യാപ്തമാണ് എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇതോടെ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തിയിരുന്നു. RBIയുടെ റിപ്പോർട്ട് പ്രകാരം 2024 വർഷത്തിൽ വിദേശ നാണ്യ ശേഖരത്തിൽ ആകെ $30 ബില്യൺ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായ വിദേശ കറൻസി ആസ്തി $3.773 ബില്യൺ ഉയർന്ന് $576.337 ബില്യൺ എത്തി. സ്വർണ്ണശേഖരം $481 മില്യൺ നിന്ന് $56.982 ബില്യൺ ആയി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തിക, പണ, വ്യാവസായിക സ്ഥാപന നയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു തന്ത്രപരമായ സമീപനം അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ്. ഈ സമഗ്രമായ തന്ത്രം നടപ്പിലാക്കുന്നതിലൂടെ ഇന്ത്യയുടെ സുപ്രധാന സാമ്പത്തിക സാധ്യതകൾ തുറക്കാനും ശക്തമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് മുന്നേറ്റാനും ഇത് കഴിയും എന്നത് ഉറപ്പാണ്.